ആരാധന. കർത്താവേ സുഖപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ ഭാരങ്ങളെ എടുത്ത് കളയണമേ കർത്താവേ. നാടിനെ സമാധാനപ്പെടുത്തണമേ കർത്താവേ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തുല്യം ചൊല്ലാൻ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർച്ചാരും. ജീവനേ സ്വന്തമേ ജീവനേ സ്വന്തമേ അങ്ങേ മാർച്ചാരുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രുതികടേ എല്ലാവരും ലോകത്തിലുള്ള എവിടെയെല്ലാം ഇരുന്നു കൊണ്ട് ആരെല്ലാം കർത്തസന്നിധിയിലായിരിക്കുന്നുവോ അവരെല്ലാം ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ വലിയ ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്ന ദൈവിക നിമിഷമാണ്. സ്തുതി നിനക്ക് യേശുവേ. ആരാധന യേശുവേ ആരാധന 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 ആരാധന. നിന്നെ പോലെ ശ്രുതിയുടെ ഹല്ലേലൂയ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ ജീവനേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ സ്നേഹമേ ജീവനേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന 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 ആരാധന. ശ്രുതികടേ സന്തോഷത്തോടെ ശ്രുതികടേ. ആരാധന 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 ആരാധന. സന്തോഷത്തോടെ ശ്രുതികടേ. ആരാധന 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 ആരാധന. യേശുവേ
Praise the Lord. Praise the Lord. പ്രിയമുള്ളവരെ, സ്നേഹിക്കുന്നവന് മാത്രമേ ആരാധനയുടെ അഭിഷേകം ഉണ്ടാകത്തുള്ളൂ. അക്ഷരങ്ങളും പാട്ടൊക്കെ അറിയാമെങ്കിൽ ആർക്കും പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയും. പക്ഷേ ഫ്രൂട്ട്ഫുൾ പ്രയർ, ഫലസമ്പന്നതയുള്ള ആരാധന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തോടു കൂടി നമ്മൾ ആരാധിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലം ദൈവസ്നേഹമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, അങ്ങയോടുള്ള സ്നേഹത്താൽ ഗലാത്യർ 5:22 പ്രകാരം പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹത്തോടെ ആരാധിച്ച് അഭിഷേകം പ്രാപിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ ജീവനേ, നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന 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 ആരാധന. മക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, അതീവ സ്നേഹത്തോടെ അമ്മയിൽ ഈശോയോടുണ്ടായിരുന്ന അതേ സ്നേഹത്തോടെ ഈശോയെ ആരാധിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2021 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. 10 പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ പേര് ഷീല. ഞാൻ ആറ്റിങ്ങലിൽ നിന്നാണ് വരുന്നത്. ഈശോയ്ക്കും കർത്താവിനും 1 കോടി നന്ദി. എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ മാതാവും ഈശോയും കൂടി ചെയ്തു തന്നതിന് 1 കോടി നന്ദി പറയുന്നു. ഞങ്ങൾ വല്ലാത്ത കടഭാരത്തിലായിരുന്നു. ആ കടഭാരത്തിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു കേസ് വന്നായിരുന്നു. ഒരു പാർട്ടിക്ക് 4 ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 3 ലക്ഷം രൂപ കൊടുത്തു. 1 ലക്ഷം രൂപ 1 വർഷത്തെ സമയം ചോദിച്ചു. അപ്പോഴാ പാർട്ടി പറഞ്ഞു, ഇല്ല, 1 ദിവസം പോലും തരില്ല എന്നും പറഞ്ഞ് കോടതി കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തു. 5 ലക്ഷം രൂപ വരെ കേസ് ഫയൽ ചെയ്തു. ആ കേസ് ബാധിച്ചുകൊണ്ട് വരികയായിരുന്നു. പക്ഷേ അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. ആ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മൾ 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പിന്നെ ചെന്ന് പറഞ്ഞിട്ട് പുള്ളി ഏറ്റില്ല. 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ പുള്ളി കേസ് കൊടുത്തു. ആ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ പുള്ളി ഒരു കള്ളസാക്ഷിയും കൂടെ വെച്ച് കേസ് ജയിക്കാനുള്ള എല്ലാം നോക്കി. അങ്ങനെ വക്കീൽ പറഞ്ഞ്, ഈ കേസ് എന്നെക്കൊണ്ട് പറ്റില്ല, കേസ് നിങ്ങൾ തോക്കും, നിങ്ങൾ 2 കരമടച്ച രസീത് വാങ്ങി സൂക്ഷിച്ച് വെച്ചേക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അകത്ത് പോകുമെന്ന് പറഞ്ഞ്. പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് കരമടച്ച രസീതില്ല, ഒരു വസ്തു പോലും ഞങ്ങളുടെ കയ്യിലില്ല. എല്ലാ വസ്തുവും നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾക്ക് 2010 ഞങ്ങൾക്കൊരു കടഭാരമാണ്. വസ്തു കച്ചവടത്തിൽ കടഭാരം വന്ന് ഞങ്ങളെ കയ്യിൽ നിന്ന് 90 ലക്ഷം രൂപ വേറൊരു പാർട്ടി പറ്റിച്ചുകൊണ്ട് പോയി, കൂടെ നിന്ന പാർട്ടി പറ്റിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട്, ഞങ്ങളെ കിടക്കാടവും എല്ലാം നഷ്ടപ്പെട്ട്. ആ സമയത്താണ് ഞാൻ എൻ്റെ കർത്താവിനെ അറിയുന്നതും.
അതിനുശേഷം എൻ്റെ കർത്താവ് എന്നെ അത്ഭുതകരമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയും ഞാൻ അന്ന് മാതാവിനെ കാണുകയും മാതാവ് പിന്നെ അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും അത്ഭുതകരമായ രീതിയിൽ നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസ് വക്കീൽ പറഞ്ഞ് തോറ്റു, എനിക്ക് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ നിരപരാധിയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്നീ അകത്ത് പോകാൻ തയ്യാറായിക്കോണം, അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കണം. അപ്പോൾ എന്നെക്കൂടെ പൈസ ഇല്ല, ഒരു പൈസ പോലും ഇല്ല. എൻ്റെ മോൻ പറഞ്ഞ അമ്മക്ക് 5 ലക്ഷം രൂപ എവിടെ നിന്നെങ്കിലും കടം മേടിച്ച് അങ്ങനെ പൈസ കൊടുക്കാം. ഞാൻ പറഞ്ഞു, മക്കളെ ഒരു തരി മണ്ണില്ല, ഒരു കൊച്ചു 25 വയസ്സായിരിക്കുന്ന അതിനെ അയക്കാൻ പൈസ ഇല്ല, ഞങ്ങൾ എവിടെ നിന്ന് 5 ലക്ഷം ഒപ്പിക്കണം? ഞാൻ എൻ്റെ കർത്താവിനെ ഇത്രയും വർഷം കൊണ്ട് വിളിക്കണമെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ നിർത്തും. ഞാൻ ധൈര്യം പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടിയെടുത്ത് മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ച് അമ്മയുടെ തിരുകുമാരനോട് പറയണേ, എൻ്റെ സത്യാവസ്ഥയല്ല ഞാൻ മാതാവിൻ്റെയും കർത്താവിൻ്റെ മുമ്പ് എഴുതി വെച്ച്, മാതാവേ ഇതാണ് സത്യം. ഞാൻ അവന് 4 ലക്ഷം രൂപ വാങ്ങി. അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾ ആരെങ്കിലും പൈസ വാങ്ങിയാൽ തിരിച്ചു കൊടുത്തോളണേ എന്ന് പറയണത് കേൾക്കാറുണ്ട്. ഞാൻ 4 ലക്ഷം രൂപ വാങ്ങി. 1 ലക്ഷം രൂപ എൻ്റെ കടക്കടം വിറ്റൽ കൊടുത്തതാണ്. ഇനി 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഡേറ്റ് ചോദിച്ചിട്ട് അവൻ തന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് മാതാവിൻ്റെ എഴുതി വെച്ച്, സത്യമുണ്ടെങ്കിൽ ഞങ്ങളെ കേസ് ജയിപ്പിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് പോയി കിടന്നോളാമെന്ന് മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കേസിൻ്റെ സമയം അടുത്ത് വന്നപ്പോൾ വക്കീൽ പറഞ്ഞ്, രക്ഷയില്ല, നിങ്ങൾ പോയി അകത്ത് കിടക്കി. കരമടച്ച രസീതിന് പലരെ മുന്നിൽ കിടന്ന് കരഞ്ഞ് വിളിച്ച് അവസാനം 2 പേരെ കിട്ടി. അതും വെച്ചുകൊണ്ട് നിന്ന് കേസിൻ്റെ ദിവസമായപ്പോഴും പിന്നെ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് ദിവസമില്ല, നമ്മൾക്ക് അകത്ത് പോവേണ്ടി വരും, നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയി കിടന്ന് കരയാന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു. ഒരു ശനിയാഴ്ച ദിവസം വന്നിവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ച് ഞാൻ, അമ്മ മാതാവേ രക്ഷിക്കണേ, കൊടുക്കാൻ ഒരു പൈസ ഇല്ല, 2 ലക്ഷം രൂപ വേണമെങ്കിൽ കടം മേടിച്ച് കൊടുക്കാം, 5 ലക്ഷം ഞാൻ എങ്ങനെ കൊടുക്കണം? എൻ്റെ സത്യമുണ്ടെങ്കിൽ നീ എന്നെ രക്ഷിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് തിരികെ പോയി. ഞങ്ങൾ 2 പേരും കൂടി പകുതിയിലെത്തിയപ്പോൾ വക്കീൽ വിളിക്കുന്നു, നിങ്ങൾ ഇന്നെന്ത് കേസിന് വരാത്തത്? അപ്പോൾ നമ്മൾ പറഞ്ഞ്, സാറേ നാളെയല്ലേ കേസ്? ഇല്ല, കേസ് ഇന്നായിരുന്നു, നീ എന്ത് വന്നില്ല? നീ വന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വക്കാലത്ത് മാറ്റിവെക്കാൻ കൊണ്ട് ചെന്ന് ജഡ്ജിയുടെ മുന്നിൽ വെച്ചപ്പോൾ ജഡ്ജി പറയണ, ഇതെന്തിന് വെക്കുന്നു? ഈ കേസ് തള്ളിക്കളഞ്ഞല്ലോ ഒന്ന്. അതാവേ, നീ എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു അത്ഭുതം ചെയ്ത് എനിക്കത് കേട്ടിട്ട് എനിക്ക് കരയണോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിന്റെ കേസ് തള്ളിപ്പോയി, നീ ഇനി വക്കാലത്തും വെക്കേണ്ട ഒന്നും വേണ്ട, നിന്റെ ഭാഗത്താണ് ജയമെന്ന് ജഡ്ജി പറഞ്ഞ്. ഞാൻ അന്ന് കോടതി ചെന്ന് നിന്ന് പറയും, കർത്താവേ മാതാവേ, ആ ജഡ്ജിയുടെ സ്ഥാനത്ത് നിങ്ങളിരിക്കണം. ഞാൻ അവിടെ ചെന്ന് ആ ജഡ്ജിനെ കാണുന്നതെല്ലാം എൻ്റെ മാതാവിൻ്റെയും കർത്താവിൻ്റെ മുഖമായിരുന്നു. നിങ്ങളാണ് ഈ കേസ് വാദിക്കേണ്ടത്, എനിക്ക് വേറെ ഒരു വഴിയില്ല. നിങ്ങൾ ഈ കേസ് വാദിച്ച് എന്നെ രക്ഷപ്പെടുത്തണം, എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. പക്ഷെ അതെൻ്റെ മാതാവ് അത്ഭുതകരമായ രീതിയിൽ ചെയ്ത് എനിക്ക് ഇത്രയും ഉടമ്പടി കാലത്ത് അനേക സാക്ഷ്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ എൻ്റെ മാതാവ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾ വരപ്പോൾ ഞാനിവിടെ അവതരിപ്പിക്കും. കാര്യങ്ങളുടെ ജപമാല റാലി, ഞാൻ 1 മാസത്തിന് മുമ്പ് ജപമാല വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, എനിക്ക് റാലി പങ്കെടുക്കണം. അപ്പം 3-4 ദിവസത്തിന് മുമ്പ് എൻ്റെ കാലിന് ഭയങ്കര വേദന, എനിക്ക് നടക്കാൻ വയ്യ. ഞാൻ മാതാവിനോട് കരഞ്ഞ് പറഞ്ഞ് എനിക്ക് പോയേ പറ്റുള്ളെന്ന്. അന്ന് നേരം 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഓടി ബസ് കയറി ഇവിടെ വന്നു. മാതാവിൻ്റെ ഇതിനകത്ത് കയറാൻ പറ്റില്ല, ഞാൻ റാലിയുടെ കൂടെ ഞാൻ പോയി. അത്രയും സമയം എൻ്റെ മാതാവ് അത്ഭുതകരമായ രീതിയിൽ എന്നെ ഓടിച്ച് അമ്മയുടെ തൈലവും ഉപ്പും ഞാൻ ഉപയോഗിച്ച് കാല് തേച്ച് ഇരുന്ന്, ഇടയ്ക്ക് എനിക്ക് കാല് വയ്യാതായി ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് തൈലം തേച്ച് എന്നിട്ട് ഞാൻ ഓടി. 2:30 മണിക്ക് ഞാൻ അവിടെ എത്തുകയും എൻ്റെ മാതാവിൻ്റെ ആ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ എനിക്ക് അത്ഭുതം ചെയ്ത്. പിന്നെ ഞാൻ ഒത്തിരി ഉണ്ട്, എൻ്റെ കൊച്ചുങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ വന്നാലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ.
എൻ്റെ ഭർത്താവിന് വേണ്ടിയും കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായി ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകും. ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് ചോറ് കൊണ്ടു കൊടുക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ പൈസ ഇല്ലാത്തവർക്ക് പൈസകൾ കൊടുക്കും. വൃദ്ധസദനങ്ങളിൽ പോവും, അവിടെ പോയി അവരെ കുളിപ്പിക്കും, അവരെ നോക്കും, അവർക്ക് ആഹാരം വാങ്ങാനുള്ള പൈസകളും സാധനങ്ങളുമായി അവിടെ പോവും. പിന്നെ കുട്ടികൾ കിടക്കുന്ന സ്ഥലങ്ങളിൽ പോവും, അവിടെയും ഇതുപോലെ തന്നെ ചെയ്യും. അങ്ങനെ പത്രം ഞാൻ ലോകം മുഴുവനും ഞാൻ ഓടി ഞാൻ അവസാനം എനിക്ക് ഇപ്പം ഉടമ്പടി പുതുക്കിയപ്പോൾ ഒരാഴ്ച കൊണ്ട് എൻ്റെ പത്രം മൊത്തം തീർന്നു പോയി. പിന്നെ എനിക്ക് പത്രമില്ല. ഞാൻ ആശുപത്രിയിൽ കയറി ചെല്ലും, അവിടെയൊക്കെ ജനലിലും അവിടെ ഇവിടെയൊക്കെ പത്രങ്ങൾ ചുരുട്ടി വെച്ചിരിക്കുന്ന ആൾക്കാർ, അതെല്ലാം ഞാൻ പറക്കി എൻ്റെ ബാഗിൽ വയ്ക്കും. എന്നിട്ട് ഞാൻ കർത്താവിനെ പറ്റി പറയുമ്പോൾ അറിയില്ല എന്ന് പറയുന്നവരുടെ കയ്യിൽ ഞാൻ ഈ പത്രം കൊടുത്തു, തൈലം കൊടുത്ത് അവർക്ക് ഉള്ള പ്രാർത്ഥനകളും പ്രാർത്ഥിക്കും, നമ്പർ കൊടുക്കും, എവിടെയാണ് ഇതെന്ന് പറഞ്ഞു കൊടുക്കും. എല്ലാം എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും ഒരു കോടി നന്ദി. എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്ന കർത്താവിനും മാതാവിനും ഒരുപാട് നന്ദി. പരിശുദ്ധമായ ഈ അൾത്താരയിൽ കയറി നിന്നുകൊണ്ട് ഒരു സാക്ഷ്യമായി നിൽപ്പാൻ എൻ്റെ മാതാവും ഈശോയും എന്നെ സഹായിച്ച കോടി നന്ദി പറയുന്നു. ഞാൻ 25 വർഷമായി ആസ്മ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ആയുർവേദ മരുന്നുകളും ഹോമിയോ മരുന്നുകളും ഇംഗ്ലീഷ് മരുന്നുകളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഞാൻ 2023 നവംബർ 30 ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്ന് ഉടമ്പടി എടുത്തെങ്കിലും വേണ്ടും വണ്ണമൊന്നും ഞാൻ ഉടമ്പടി പാലിച്ചില്ല. അതിൻ്റെ പേരിൽ എനിക്ക് മാതാവ് സൗഖ്യം തന്നില്ല. എന്നാൽ 3 മാസമായി ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയുടെ 6 നിയോഗങ്ങളും പാലിച്ചു കൊള്ളാമെന്ന് അമ്മയുടെ മുൻപിൽ വന്ന് ഞാൻ പറഞ്ഞ് അതിനുശേഷം ഞാൻ ആ നിബന്ധനകൾ പാലിക്കുകയും ഉടമ്പടി പാലിക്കുകയും കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവൃത്തികളും ഒക്കെയും ചെയ്യുകയും അതിൻ്റെ ഫലമായി 25 വർഷമായി ആസ്മ രോഗത്താൽ ഭാരപ്പെട്ട എനിക്ക് മാതാവ് പൂർണ്ണ സൗഖ്യം തന്നു. ഇപ്പോൾ ഞാൻ ഒരു മരുന്ന് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ രാവിലെയും വൈകിട്ടും വലിക്കുന്ന മരുന്ന് എയറോക്കോട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതുപയോഗിച്ചിട്ടായിരുന്നു ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒരു നേരം ഉപയോഗിച്ചില്ലെങ്കിൽ പാതിരായിക്ക് എഴുന്നേറ്റ് എനിക്കത് ഉപയോഗിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. എന്നാൽ അതെല്ലാം പൂർണ്ണമായും പരിശുദ്ധ അമ്മ എനിക്കത് മാറ്റി തന്നതിനായി കോടി നന്ദി പറയുന്നു. എനിക്ക് രണ്ടാമത് കിട്ടിയ സാക്ഷ്യം, എനിക്ക് എൻ്റെ കയ്യിൽ സോപ്പിൻ്റെ അലർജി മൂലം കൈ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരവസ്ഥയായിരുന്നു. വെണ്ടി കീറി ചോര വരുമായിരുന്നു. എന്നാൽ ആദ്യമൊക്കെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഈ അവസ്ഥ കാരണം ഓയിൽമെൻറ്റ് മേടിച്ച് പുരട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു. അവസാനം ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ എൻ്റെ മാതാവിൻ്റെ തൈലവും പരിശുദ്ധ ഉപ്പുമല്ലാതെ ഞാൻ ഒരു മരുന്നും പുരട്ടത്തില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി പരിശുദ്ധ ഉപ്പെടുത്ത് കയ്യിലിടും. എന്നിട്ട് അതിൽ ഒരു തുള്ളി തൈലവും ഒഴിച്ച് ഞാനതിൻ്റെ കയ്യിലെല്ലാം പുരട്ടും. എൻ്റെ കൈ ഇപ്പോൾ എല്ലാവരുടെയും കൈ പോലെ തന്നെ എൻ്റെ കൈയും നോർമലായി എൻ്റെ ഈശോയും മാതാവും തന്നതിനായി നന്ദി പറയുന്നു. എനിക്ക് മൂന്നാമത് കിട്ടിയ സാക്ഷ്യം, എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ലായിരുന്നു. വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൈ മരവിച്ച് കൈ മടക്കാനോ നിവർക്കാനോ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. രാവിലെ എഴുന്നേക്കത്തില്ല. കുറേ നേരം കട്ടിലേ കിടന്ന് ഞാൻ കൈ തിരുമ്മും. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ ചെന്ന് ജോലി ചെയ്യുന്നത്. എന്നാലിപ്പോൾ അതും എനിക്ക് പൂർണ്ണമായും മാറിക്കിട്ടി. പിന്നെ എനിക്ക് നാലാമത് കിട്ടിയ സാക്ഷ്യം, എൻ്റെ ഹസ്ബൻഡിൻ്റെ കഷത്തൊരു 3 കുമിളകൾ പോലെ വന്നു. ഒരു കടലയിലേക്കാളും വലിപ്പത്തിലുള്ള കുമിളയായിരുന്നു. ഈ കുമിള ഇങ്ങനെ വന്നു നിന്നു. ഒരു സന്ധ്യാസമയത്ത് എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് കണ്ടോ, എൻ്റെ കഷം ഒന്ന് നോക്കിക്കേ, 3 കുമിളകൾ വന്നിരിക്കുന്നു, നീ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ ഇന്നത്തെ യൂട്യൂബ് പ്രേയറിൽ അച്ഛൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, കഷത്തിൽ 3 കുമിളകൾ വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ തൊട്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചാച്ചൻ്റെ സൗഖ്യം കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി ആ തൈലം ഞാൻ കുരിശ് വരച്ച് പുരട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഉണ്ടായ കുമിളകൾ ചൊങ്ങിപ്പോയി. പിന്നെ എനിക്ക് നാലാമത് കിട്ടിയ ഒരു അത്ഭുത സാക്ഷ്യം, ഞാൻ എൻ്റെ സഹോദരൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി. അത്
മേടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കഴുത്തിൽ കിടന്ന മാല നഷ്ടപ്പെട്ടു പോയി. എവിടെ പോയെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം വണ്ടിയെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല കാണുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ മാല ഇട്ടിട്ടില്ലായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ മാല ഇട്ടു. ഞാൻ ആ റോഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട്, എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കഴുത്തിൽ കിടന്ന മാല എനിക്ക് നഷ്ടപ്പെട്ടു പോയി മാതാവേ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ എനിക്ക് എൻ്റെ ഈ മാല കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് കൊണ്ട് കൊടുക്കത്തില്ല എന്ന് ഞാൻ ആ വഴിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീണ്ടും കടയിലേക്ക് തിരിച്ചു ചെന്നു. അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ കഴുത്തിൽ നിന്നൊരു മാല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് കിട്ടുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അടയാളം പറയാൻ പറഞ്ഞു. അതൊരു സഹോദരിക്ക് കിട്ടി. ആ സഹോദരി ആ മാല ആ കടയിൽ ഏൽപ്പിച്ചു. അങ്ങനെ എനിക്ക് ധനനഷ്ടമുണ്ടാകാതെ എൻ്റെ മാതാവ് എനിക്ക് ആ മാല തിരിച്ചു തന്നു. ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയിൽ ആരും അത് തരത്തില്ല, എന്നാൽ എൻ്റെ മാതാവ് എനിക്കത് തിരിച്ചു തന്നതിനായി കോടി നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് പത്രം ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ ഓട്ടോക്കാർക്കും ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ പത്രം എൻ്റെ കൈ കരുതും, കടകളിലും കൊടുക്കും. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും, അവിടെ രോഗികളെ സന്ദർശിക്കും. ആവശ്യമുള്ളവർക്ക് ഞാൻ മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കും, ഭക്ഷണപ്പൊതി കൊടുക്കും. തെരുവിലിരിക്കുന്നവർക്ക്, വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക് ഞാൻ ഭക്ഷണപ്പൊതി കൊണ്ടു കൊടുക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞായറാഴ്ച വെളുപ്പിന് എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കി അത് വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകും. പള്ളിയിൽ കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്. ഈ ഞായറാഴ്ച മാത്രമേ ഞങ്ങൾക്ക് സമയമുള്ളൂ. ബാക്കി ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ജോലിക്ക് പോകുന്നവരാണ്. ഞാൻ ചെയ്യുന്ന ജോലി ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ഞാൻ ശുശ്രൂഷിക്കുകയാണ്. അവർക്ക് ശാരീരിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളാണ്, മാനസിക വൈകല്യം കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാത്ത കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് എൻ്റെ ഈശോയുടെ മാതാവിൻ്റെ ഇഷ്ടമുള്ള ജോലിയായിട്ട് ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ആ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ജപമാല ചൊല്ലാനൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊരു മകൾ എന്നെ ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചു. അത് ഞാൻ 4 മാസത്തോളമായിട്ട് ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ട്. പിന്നെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്, അരമണിക്കൂർ വചനം വായിക്കും, പ്രാർത്ഥിക്കും, അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രോഗികളെ സന്ദർശിക്കാൻ പോവുകയും അവർക്ക് തൈലം അവരുടെ കുരിശ് വരച്ചവരുടെ നെറ്റിയിൽ പുരട്ടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്യുന്നുണ്ട്. അത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാനിവിടെ. എൻ്റെ പേര് മേഴ്സി മത്തായി. ഞാൻ കോട്ടപ്പുറം രൂപത കുഞ്ഞിത്തേയുടെ വകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഡിസംബർ 27 ഉടമ്പടി എടുത്തത്. എൻ്റെ മൂത്ത മകൾ പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അവളെന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ മാതാവിനോട് 6 കാര്യങ്ങൾ നിയോഗത്തിൽ വെച്ചിരുന്നു. 5 കാര്യങ്ങൾ എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു. 30 വർഷമായിട്ട് എനിക്ക് കുടിവെള്ള കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ മെയിൻ റോഡിൽ 250 മീറ്റർ ദൂരത്ത് പോയിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്ന വെച്ചാൽ. ഒരു ദിവസം ഞാൻ വെള്ളം എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ പൈപ്പില്ല. അപ്പം ഞാൻ മെമ്പറോട് വിളിച്ച് ചോദിച്ചു, എന്താണ് ഇവിടെ പൈപ്പില്ലല്ലോ, പൈപ്പ് അവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വീട്ടിലേക്ക് കുടിവെള്ള കണക്ഷൻ എടുക്കുക, എല്ലാവരും കുടിവെള്ള കണക്ഷൻ വീട്ടിലേക്ക് എടുക്കുകയാണ്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, പൈപ്പ് ഇടണമെങ്കിൽ 25,000 രൂപ ചിലവ് വരും, കൺസെൻറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതിനും ഞാൻ പൈസ കൊടുക്കേണ്ടി വരും, നമ്മൾക്ക് വീട്ടിലേക്ക് അത്രക്ക് ദൂരം എടുക്കാനുള്ള പൈസയോ അതിനുള്ള കാര്യമോ ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഞാൻ വേഗം തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് കുടിവെള്ളമായിട്ട്, എനിക്ക് കുടിക്കാനായിട്ട് അല്ലെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് എനിക്ക് കുറച്ച് വെള്ളം തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് അത്രക്കാണ് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പകുതി പൈസ ഞാൻ തരാം, പൈസ ആവണേൻ്റെ പകുതി പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പൈപ്പ് ഇങ്ങനെ എടുത്തു പോയി, എനിക്ക് വെള്ളം കുടിക്കാനായിട്ട് കിട്ടാൻ ഒരു മാർഗ്ഗവും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളാവശ്യത്തിനുള്ള വെള്ളം എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പൈസ വേണ്ടിയപ്പോൾ പൈസ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേണ്ട, പൈസ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര വെള്ളം വീട്ടിൽ വന്ന് എടുത്തോ എന്ന് പറഞ്ഞു.
എന്നിട്ട് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് തന്നെ ചിലവിൽ എനിക്ക് വീട്ടിലേക്ക് പൈപ്പ് പൊതു ടാപ്പ് പോലെ ഇട്ട് വീട്ടിലേക്ക് തന്നു. പിറ്റേ ദിവസം തന്നെ അതവർ വേറെ ആരോ കേസ് കൊടുത്ത് വീടിൻ്റെ അടുത്തേ കൂടിയാണ് എടുത്തതെന്ന് പറഞ്ഞ് ആരോ കേസ് കൊടുത്തിട്ട് അവർ ആ പൈപ്പ് ഊരിക്കൊണ്ട് പോയി. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പൈപ്പ് എടുക്കാനോ എനിക്ക് വെള്ളം കിട്ടാനോ യാതൊരു മാർഗവുമില്ല. പിന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ട് മാതാവ് എനിക്ക് 2021 മാർച്ചിൽ തന്നെ അമ്മ മാതാവ് 4200 രൂപ ചിലവിൽ, എനിക്ക് അത്രയും പൈസ ആവുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 4200 രൂപ ചിലവിൽ എനിക്ക് അമ്മ മാതാവ് വീട്ടിൽ എനിക്ക് പൈപ്പ് എന്നുള്ള കണക്ഷൻ സാധിച്ചു തന്നു. പിന്നെ എനിക്ക് രണ്ടാമതായിട്ടുള്ളത് എനിക്ക് 8 ലക്ഷം രൂപ 8 ലക്ഷം രൂപ സ്ഥിരമായിട്ട് 8 വർഷമായിട്ട് കടമുണ്ടായിരുന്നു, 10 വർഷമായിട്ട് കടമുണ്ടായിരുന്നു. അതിൽ അമ്മ എനിക്ക് 11 ലക്ഷം രൂപ, അത് ഉയർന്ന് 11 ലക്ഷം രൂപയായി. പിന്നെ അപ്പോൾ എനിക്ക് ഞാനൊരു വീട്ടു ജോലിയാണ് ചെയ്യുന്നത്. 7,000 രൂപയാണ് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നത്. അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എനിക്ക് ഒരു വീട്ടുജോലി തന്നെ 20,000 രൂപ ശമ്പളത്തിലുള്ള ജോലിയാക്കി അമ്മ മാതാവ് തന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യം എന്ന് പറയണത്, അമ്മ മാതാവ് എനിക്ക് 2 ലക്ഷം രൂപ, അപ്പോൾ ആധാരം ഞാൻ 3 ലക്ഷം രൂപയ്ക്ക് സൊസൈറ്റിയിൽ പണയം വെച്ചിരുന്നു. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ എനിക്ക് 3 ലക്ഷം രൂപക്ക് ഈ ആധാരമെങ്കിലും ഒന്ന് എടുപ്പിക്കാൻ സാധിക്കണമേ. അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു 2 ലക്ഷം രൂപയെങ്കിലും എനിക്ക് ആരെങ്കിലും പലിശയിലാണ്ട് തരണമേ എന്ന് അമ്മ മാതാവിനോട് പറഞ്ഞപ്പോൾ അമ്മ മാതാവ് എനിക്ക് 2 ലക്ഷം രൂപയ്ക്ക് പകരം 6 ലക്ഷം രൂപ തന്ന്, ഒരു പലിശയും കൊടുക്കാതെ 6 ലക്ഷം രൂപ തന്ന് സഹായിച്ചു. പിന്നെ എനിക്ക് എൻ്റെ വീട് 18 വർഷത്തിന് മുമ്പ്, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 18 വർഷം മുമ്പ് എൻ്റെ വീട് പണിതതാണ്. എൻ്റെ ഭർത്താവ് 2001 മരിച്ചതാണ്. അന്നേരം 2001 മരിച്ചതാണ്. 2 പെൺമക്കളാണ്. അപ്പോൾ 2005 വീട് പണിതതാണ് എനിക്ക്. പക്ഷേ എനിക്ക് വീട് പണികളൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഉടമ്പടിയിൽ വെച്ച് മാതാവ് എനിക്ക് 1.5 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ വീടിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കി തന്ന് എന്നെ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറയണത്, ഞാൻ രോഗികളായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഞാൻ പോയി പൈസയൊക്കെ കൊടുത്ത് സഹായിക്കും. ഞാനൊരു വീട്ടിൽ രോഗിയെ നോക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ശുശ്രൂഷിക്കുമെന്നല്ലാണ്ട് ഞാൻ പുറത്ത് ആൾക്കാരെ പൈസ കൊടുത്താണ് സഹായിക്കാറ്. പിന്നെ ഉള്ളത് ഞാൻ പത്രം കൊടുക്കല. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ വല്ലാത്ത മടിയായിരുന്നു, എനിക്ക് നാണക്കേട് പോലെയൊക്കെ ആയിരുന്നു ഏറ്റവും. എന്നിട്ട് ഞാൻ എൻ്റെ മോളുടെ അടുത്തേക്കാണ് കൊടുത്തു വിട്ടിരുന്നത്. പിന്നെ എനിക്ക് പത്രം കൊടുക്കാനൊരു മടിയില്ല. പത്രം ഞാൻ എല്ലാവർക്കും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എല്ലാവരോടും വായിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞാൻ പോരാറ്. പിന്നെയാണെങ്കിൽ ഇത്രയൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. മാതാവിനും ഈശോയ്ക്കും നന്ദി. ഞാൻ ഇവിടെ പേടി കാരണമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറയാനൊരു പേടി കാരണമാണ് ഇത്രയും വൈകിയത് പറയാനായിട്ട്. ശരിക്കും എനിക്ക് 2019 കിട്ടിയ അനുഗ്രഹങ്ങളാണ് അതൊക്കെ. അത്രയും എനിക്ക് മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു.